നമസ്കാരം. ഇന്നലെ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഒരു ലോട്ടറി അടിക്കുന്ന പ്രതീതിയാണ് ജനങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പോലെയാണ് തോന്നിയത്. ബഡ്ജറ്റിനെ കുറിച്ച് നിരവധി വീഡിയോസ് ഞങ്ങൾ ചെയ്തിരുന്നു. എല്ലാ വീഡിയോസും അത്യാവശ്യം വൈറലാണ്. ആളുകൾ ചർച്ച ചെയ്തു. ഒരുപാട് പേർ എന്നെ വിളിച്ചു പേഴ്സണലായിട്ട്, അനുകൂലമായും പ്രതികൂലമായും, സർക്കാരിനെ ന്യായീകരിച്ചും സർക്കാരിനെതിരെയും ഉള്ള ഒരുപാട് പേർ എന്നെ വിളിച്ചു. അപ്പോൾ അവർ വിളിച്ച കാര്യങ്ങളൊക്കെ കൂടി എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തത് DA സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചുമുള്ള, അതാണല്ലോ ജീവനക്കാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ. അതിലാണ് കഴിഞ്ഞ കുറെ കാലമായി ഉഡായിപ്പ് നടക്കുന്നത്. 1/7/2019 അതായത് ജൂലൈ മാസം 2019 ജൂലൈ മാസത്തിലായിരുന്നു നേരത്തെ ശമ്പള പരിഷ്കരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/7/2024 ശമ്പള പരിഷ്കരണ കമ്മീഷൻ 5 വർഷം കൂടുമ്പോൾ. അപ്പൊ 1/7/2024 ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരിക. അത് ഒരു മോഹൻദാസ് IAS കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള, അതിന്റെ അധ്യക്ഷനായിട്ടുള്ള കെ മോഹൻദാസ്, റിട്ടയർഡ് IAS ആയിട്ടുള്ള കെ മോഹൻദാസ് പറയുന്ന എന്റെ വാദമല്ല, ഇതൊന്നും സുഭാഷ് ചന്ദ്രബോസ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല. അപ്പോ കെ മോഹൻദാസ് IASന്റെ നിഗമനങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 14 മാസമാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. കേന്ദ്ര ഗവൺമെന്റിൽ 18 മാസമാണ് എടുത്തത്. വെറുതെ ഒരു 1.28 എന്നൊരു ഫോർമുല ഇൻറ്റു ബേസിക് പേ ഇട്ട് ഫിറ്റ്മെന്റ് അലവൻസ് ഒക്കെ ഇട്ട് പോകാനാണെങ്കിൽ 5 ദിവസം മതിയല്ലോ. എന്തിനാണ് ഇത്ര? പക്ഷെ അങ്ങനല്ല ശമ്പള പരിഷ്കരണം വരുന്നത്. കമ്മീഷൻ ഓഫീസ് തുറക്കണം. മോഹൻദാസ് പറയുന്ന അനുസരിച്ച് 3 മാസമെങ്കിലും എടുക്കും. ഓഫീസ് തുറന്ന് എല്ലാം സെറ്റായി വരാൻ തന്നെ ആളുകൾ അപ്പോയിന്റ് ചെയ്യണം, അത് അവർ ചാർജ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് കമ്മീഷൻ ഓഫീസ് തുറക്കണം. പിന്നെയാണ് സിറ്റിങ്ങുകൾ നടക്കേണ്ടത്. കുറെ സിറ്റിങ്ങുകൾ നടക്കണം. സർവീസ് സംഘടനകളുമായിട്ടുള്ള സിറ്റിംഗ്, കഴിഞ്ഞ ശമ്പള പ്രശ്നത്തിന് അനാമലി കേസുകൾ കുറെ കാണും. കോടതി കേസല്ല, ഞാൻ പറഞ്ഞ അനാമലികൾ കാണും. അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ ഒരു വലിയ എക്സർസൈസ് ഉണ്ട്. ഈ എക്സർസൈസ് ചെയ്യാൻ 3 മാസം പോരാ എന്നുള്ളതാണ് മോഹൻദാസിന്റെ IAS. അതെ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ മുൻ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ പറയുന്നതാണ് ഇത് ഈ സമയം പോരാ, അടുത്ത ഗവൺമെന്റിലേക്കായിരിക്കും ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉഡായിപ്പ് പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു നല്ല പ്രഖ്യാപനമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കാര്യം ഇതൊരു ബാധ്യത ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു പ്രഖ്യാപനമാണ്. 1/7/2024 വരേണ്ട ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ഇപ്പോഴാണ് നടക്കുന്നത്. ഇനിയാണ് രണ്ടാമത്തെ ഒരു രസകരമായ കാര്യം. DA സംബന്ധിച്ചാണ്. DA സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ DA പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ടാണ് സ്റ്റേറ്റിൽ DA വരുന്നത്. അത് 3% വന്നിട്ടുണ്ട്, പിന്നെ 2% വന്നിട്ടുണ്ട്. അങ്ങനെ പല കണക്കിൽ വന്നിട്ടുണ്ട്. എന്തായാലും 2023 7 മാസം ജൂലൈ വർഷത്തിൽ 2 പ്രാവശ്യമാണ് DA കൊടുക്കുന്നത്. ജനുവരിയും പിന്നെ ജൂലൈയും കണക്കാക്കി, അതായത് 6 മാസത്തെ വില സൂചിക നോക്കി, രാജ്യത്തെ വില സൂചിക നോക്കി, ആ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത തുക ഈ ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത് ക്ഷാമബത്ത, അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ക്ഷാമം വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ വില സൂചികയ്ക്കനുസരിച്ച് പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും ഒക്കെ അനുസരിച്ച് ജീവനക്കാർക്ക് കൂടി അന്തസ്സായി ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അത് എപ്പോഴെങ്കിലും കൊടുത്തതുകൊണ്ടോ PF ലയിപ്പിച്ചത് കൊണ്ടോ ശമ്പള പരിഷ്കരണത്തിൽ മെർജ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ നമ്മുടെ സഹാക്കളും നമ്മുടെ ആളുകളും ഭരണകക്ഷിക്കാരും പ്രതിപക്ഷക്കാരും എപ്പോഴും മാറി മാറി വരുന്ന ഭരണപക്ഷ പ്രതിപക്ഷക്കാര് യൂണിയനുകളൊക്കെ ചുമ്മാ താങ്ങും, ആവശ്യം പുല്ലാതെ താങ്ങും. എന്തിനാണ് ഈ DA വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. കേരളത്തിൽ DA നടപ്പിലാക്കുന്നത് PS നടരാജപിള്ള മന്ത്രിയായിരിക്കും, ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ എത്രയോ വർഷം മുമ്പാണ് അലവൻസ് ഒക്കെ വെച്ചത്. എന്തിനാണ് ഇത് വയ്ക്കുന്നത്? ഇത് വയ്ക്കുന്നത് വളരെ ലളിതമാണ്. 6 മാസം കൂടുമ്പോൾ സമൂഹത്തിലുണ്ടാവുന്ന, രാജ്യത്തുണ്ടാവുന്ന, മാർക്കറ്റിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ആളുകൾക്ക് മാന്യമായി ജീവിക്കാനാണ്. അപ്പോൾ 7 മാസത്തിൽ പ്രഖ്യാപിക്കുന്നത് കൊടുക്കണം. അപ്പൊ അല്ലാതെ പിന്നെ പക്ഷെ പ്രഖ്യാപിക്കുന്നതിന് 3% 2% വേരിയേഷൻ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലക്ച്വേഷൻ നോക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്, സൂചിക നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വില സൂചികയായിട്ട് ഇതിന് ബന്ധമുണ്ട്, അതുകൊണ്ട് വ്യത്യാസം വരും. പക്ഷെ കൃത്യമായി എല്ലാ വർഷവും ഇത് പ്രഖ്യാപിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 1/7/2023 3%, 1/1/2024 3%, 1/7/2024 3%, 1/1/2025 3%, 1/7/2025 3%, പിന്നെ 3% 2%. അത് പിന്നെ 23 3%, 24 ആദ്യത്തെ ഗഡു 3%, രണ്ടാമത്തെ 3%, 25 ആയപ്പോൾ 2%, 1/7/25 ആയപ്പോഴും 2%. ഇനി 1/1/2026, അതായത് ജനുവരി 2026 DA ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോൾ എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതും 2% ആവാനാണ് സാധ്യത.
അപ്പൊ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ 19 ശേഷം ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി സർക്കാർ ഉദ്യോഗസ്ഥരോട് സത്യം പറയണം. 2019 ശേഷം താങ്കൾ അധികാരത്തിൽ വന്നതിന് ശേഷം തോമസ് ഐസക് വരെ ഈ പ്രശ്നമില്ലായിരുന്നു, ഈ കൊടുത്തു പോകുമായിരുന്നു. പക്ഷേ താങ്കൾ അധികാരത്തിൽ വന്നതിന് ശേഷം പെൻഷൻകാർക്ക് എത്ര DA നഷ്ടമായി? വളരെ കൃത്യമായൊരു ചോദ്യം. സർവീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത്, നിലവിൽ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്ത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻകാർ കൊടുക്കുന്നത്. അപ്പോഴവർക്കുണ്ടായ ലോസ് എത്ര? ഇത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അടക്കമുള്ള ആളുകൾ ഇത് ചർച്ച ചെയ്യണം. നിങ്ങൾക്കുണ്ടായ ലോസ് എത്ര? ഇനി ഈ പറയുന്ന കാലാകാലങ്ങളിൽ കൊടുക്കുമെന്ന് പറയുന്നതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ 3, 3, 3, 3, 3, 9, 2, 2, 2, 6, 9, 6, 10, 15% കഥയുണ്ടല്ലോ. അതിന്റെ കഥയെല്ലാം നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 2019 മുതൽ 2024 വരെയുള്ള, അതായത് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് 7 മാസം, അതായത് 2023 ജൂലൈ മാസത്തെ ഒരു ഗഡു ചിലപ്പോൾ ഇപ്പോൾ കൊടുക്കും. അപ്പോൾ 24 മാർച്ച് ജനുവരിയിലുള്ളത് നിങ്ങൾ മാർച്ചിൽ കൊടുക്കും. അപ്പൊ 2 ഗഡു കൊടുത്തു കഴിയും. എന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന ന്യായം 7/2024, അതായത് ജൂലൈ മാസം 2024 വച്ചാണ് ശമ്പള പരിഷ്കരണം വരേണ്ടിയിരുന്നത്. അപ്പൊ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള DA ഏതിലേക്ക് പോകും? നിങ്ങൾക്ക് ശമ്പള പരിഷ്കരണം കമ്മീഷൻ വെച്ച സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കമ്മീഷൻ വരേണ്ട ഡേറ്റ് 1/7/2024 ആയതുകൊണ്ട് അത് മുതൽ ഇതുവരെയുള്ള DA മെർജ് ചെയ്ത് പോകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം. അല്ലെങ്കിൽ വലിയ പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം. അപ്പൊ തീർച്ചയായിട്ടും DA സംബന്ധിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ഇറങ്ങി DA കൊടുക്കുമ്പോൾ ആ മാസത്തെ DA ആണ് കൊടുക്കുന്നത്. തൊട്ട് മുപ്പത്തെ അരിയറിനെ കുറിച്ച് മിണ്ടില്ല. കോടതിയിലും അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അരിയർ കൊടുക്കുന്ന രീതിയില്ല. കോടതിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അവകാശമാണെന്ന് ഉദ്യോഗസ്ഥർ പറയരുത്, എന്നാൽ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമാണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു, ബംഗാളിന്റെ കേസിൽ പറഞ്ഞു, രാജ്യത്തെ വിവിധ കേസുകളിൽ പറഞ്ഞു. ഇവിടെ 22 പല വട്ടം മാറ്റിവെച്ച് ഫെബ്രുവരി 22 വീണ്ടും കേസ് വരികയാണ്. നാഗേഷിന്റെ ബെഞ്ചിന്റെ കീഴിൽ, ജസ്റ്റിസ് നാഗേഷിന്റെ ബെഞ്ചിൽ വീണ്ടും ആ കേസ് വരികയാണ്. അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നല്ല നിലയിൽ പറ്റിച്ചിരിക്കുകയാണ്, DAയുടെ കാര്യത്തിലായാലും ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിലായാലും. പക്ഷെ എന്നാലും എല്ലാവരും ലഡു വിതരണം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരു എന്താണ് കേരളത്തിൽ പറയേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് വളരെ അടുത്ത ദിവസങ്ങളിൽ 2019 മുതൽ 24 വരെ ഉള്ള സമയത്തും 24 മുതൽ ഇതുവരെയുള്ള സമയത്തും എത്ര DA മെർജ് ചെയ്തു, എത്ര DA എമർജ് ചെയ്തു, അതിലെത്ര കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തിന്റെ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ടൈം ലൈനെ സംബന്ധിച്ചും ഒരു നോട്ട് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമോ, അത് റിട്ടണിൽ തന്നെ കൊടുക്കുമോ? വെറുതെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് കാര്യമില്ല, റിട്ടണിൽ തന്നെ കൊടുക്കുമോ? ഇന്ന മാസത്തെ DA എമർജ് ചെയ്തു, ഞങ്ങൾ കൊടുത്തു, ഇന്നത് എമർജ് ചെയ്തു കൊടുത്തു, ഇന്ന മാസം കൊടുത്തു, ബാക്കിയുള്ളത് ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറയാവോ? അല്ലെങ്കിൽ വീണ്ടും പാവപ്പെട്ട ജീവനക്കാർ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും.